as we had already discussed that what is meant by health. It is the state of our body, not only the body, our entire physical, mental, social, and emotional well-being state. Okay, it should be its maximum positive level. Then only we can say that we are at the we are in the positive region or healthy. We are maintaining a healthy situation. So we will continue with our next point. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഒന്ന് രണ്ട് പോയിന്റ്സ് ഡിസ്കസ് ചെയ്തിരുന്നു. ഇടയ്ക്ക് ചെറുതായിട്ട് ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് നമുക്ക് ഔട്ട് ഓഫ് സ്റ്റേറ്റ് ഉള്ള കുട്ടികളും ഉണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ചെറുതായിട്ടൊന്ന് ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ സംശയങ്ങൾ നിങ്ങൾ ചോദിക്കാം. ഓക്കെ, if you have any doubts, you can text me or message me at any time. Otherwise, you can contact your academic officers. They will also help you for explaining these chapters. Okay. So we had already discussed some of the factors that influence the health. We already discussed about our congenital and hereditary factors. Now we are discussing about the environmental factors which affect our health. Progress in containing communicable disease is not only due to biological science, but is also because of application of scientific and technological knowledge to environmental sanitation in prevention of disease. നമുക്കറിയാം കമ്മ്യൂണിക്കബിൾ ഡിസീസ് അതൊരു ബയോളജിക്കൽ സയൻസ് ആയിട്ട് മാത്രം അല്ലെങ്കിൽ അതൊരു എന്താ പറയുന്നത് വൈറസ് കൊണ്ട് മാത്രം വരുന്നതാണ് നമുക്ക് പറയാൻ പറ്റില്ല. ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് പടരുന്നത് എന്തുകൊണ്ടാണ്? നമ്മളുടെ ഒരു എൻവയോൺമെന്റൽ സാനിറ്റേഷൻ അല്ലെങ്കിൽ നമ്മളുടെ സമൂഹത്തിന്റെ ശുചിത്വം കൂടെ അതില് നമ്മളുടെ പരിസ്ഥിതിയുടെ ശുചിത്വം അതിൽ വളരെയധികം ഇമ്പോർട്ടന്റ് ഫാക്ടറാണ്. അതുകൊണ്ടാണ് പകർച്ചവ്യാധികൾ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ആർ വെരി ഹൈ ഇൻ ദി സ്കൂൾസ്. കാരണം മക്കൾക്ക് ചെറിയ മക്കളാണ്, അവർക്ക് ഇമ്മ്യൂണൈസേഷൻ പവർ എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. അപ്പൊ ആ സമയത്ത് ഒരാൾക്ക് പനി വന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഇപ്പോ now there are some type of influences are going on around many places in India. So if one of the student he got that virus, it is transferred to the other. That means rapidly increasing the communicable disease, or it is increasing day by day. അത് വളരെയധികം എഫക്റ്റിലാണ് പെട്ടെന്ന് അടുത്ത ആൾക്ക് പടർന്നുകൊണ്ടിരിക്കുന്നത്. Effective environmental sanitation can control disease like those transmitted by unsafe drinking water, food and air pollution and accidental hazards. Mainly these environmental factors that depends for the communicable disease are drinking unsafe water, having food means unsafe food, and air pollution and accidental hazards. ഇതെല്ലാമാണ് പ്രധാന കാരണങ്ങൾ എന്ന് പറയുന്നത്. അതായത് പരിസ്ഥിതിയുടെ മലിനീകരണം അല്ലെങ്കിൽ പരിസ്ഥിതിയിൽ നമ്മൾ പറയുന്നത് ശുചിത്വമില്ലാത്ത വെള്ളം, ഭക്ഷണം, വായു, ഇത് മൂന്നുമാണ് പ്രധാനപ്പെട്ട കാരണങ്ങൾ പറയുന്നത്. അപ്പൊ ഇത് തന്നെ ഒന്ന് പ്രോപ്പർ ആയിട്ട് സാനിറ്റേഷനിൽ ആണെങ്കിൽ അതായത് പ്യുവർ ആയിട്ടാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ തന്നെ ഒരു പരിധി വരെ നമുക്ക് അസുഖങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. The child's immediate environment basically includes the home, the neighborhood, and the school. Especially for the small children, their environment means their home, their neighborhood, and the school. ഈ മൂന്ന് തലത്തിലാണ് കുട്ടികൾക്ക് സ്വാഭാവികമായിട്ടും പരിസ്ഥിതി എന്ന് പറയുമ്പോൾ ഒരു കാഴ്ചപ്പാട് വരുന്നത്. കാരണം അവര് പ്രധാനമായിട്ടും ഈ മൂന്ന് സ്ഥലത്ത് മാത്രമാണ് കൂടുതൽ ബന്ധപ്പെടുന്നത്. അവരുടെ വീട്, അല്ലെങ്കിൽ അവർ കളിക്കാൻ പോകുന്ന, അല്ലെങ്കിൽ അവരുടെ നെയ്ബർഹുഡ്, അവരുടെ അയൽവക്കങ്ങള്, പിന്നെ അവരുടെ സ്കൂള്. ഈ ഒരു മൂന്ന് മേഖലയിലാണ് മക്കൾക്ക് ഏറ്റവും കൂടുതൽ എൻവയോൺമെന്റൽ ആയിട്ട് അവർ ഡിപ്പെൻഡ് ചെയ്യുന്ന സ്ഥലങ്ങൾ. ഇനി അടുത്ത ഫാക്ടറാണ് ഹോം എന്ന് പറയുന്നത്. ഹോം ഈസ് ദി സെന്റർ ഓഫ് ദി ഫാമിലീസ് ഹെൽത്ത്. നമുക്കറിയാം ഒരു കുടുംബത്തിന്റെ പ്രധാന ആരോഗ്യം എന്ന് പറയുന്നത് എന്താ? അവരുടെ വീടാണ്. മെയിൻലി ഹോം ഈസ് ദി സെന്റർ ഓഫ് വൺ ഫാമിലി ഹെൽത്ത്. അവിടുത്തെ ലിവിംഗ് പ്രാക്ടീസ്, മ്യൂച്വൽ ഇന്ററാക്ഷൻസ്, ഫുഡ് ആൻഡ് സാനിറ്റേഷൻ all influence health of children in one way or the other. These are the factors that influences from a family, their living practice, that is their standard of living, or how they are living in the family, whether it is good or bad. Mutual interactions in the family, food and sanitation, how they are having the food, means they are having pure food or
good food from their family, and they have good sanitation facilities in their home. All these factors influences the health of the children in one way or the other. Regardless of what or where the home is, it should be safe, convenient, comfortable, and a livable place. So whenever somebody is asking you a definition, what is meant by home, you can say that home it should be safe, convenient, comfortable, and a livable place. നമുക്ക് താമസിക്കാൻ അനുയോജ്യമായ ഏറ്റവും നല്ല സുരക്ഷിതത്വവും അതേപോലെ കൺവീനിയന്റും കംഫർട്ടബിളും ആയിട്ടുള്ള ഒരു സ്ഥലത്തിനെയാണ് നമുക്ക് ഹോം, ഒരു വീട് എന്ന് പറയാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ. ഹോം ഈസ് ഓൾസോ ദി സെന്റർ ഫോർ ന്യൂട്രീഷൻ. Well-planned, balanced food habits contribute to good health of the children. And the second point is that home is the center of nutrition. നമ്മളുടെ ശരീരത്തിന് വേണ്ട ഏറ്റവും നല്ല ഗുണങ്ങൾ നമുക്ക് കിട്ടുന്നത്, അല്ലെങ്കിൽ ഏറ്റവും നല്ല പോഷകാരോഗ്യം ആയിട്ടുള്ള ഭക്ഷണങ്ങൾ നമുക്ക് കിട്ടുന്നത് നമ്മളുടെ വീട്ടിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ നമുക്ക് പറയാം, വെൽ പ്ലാൻഡ് ബാലൻസ്ഡ് ഫുഡ് ഹാബിറ്റ്സ് കോൺട്രിബ്യൂട്ട് ഗുഡ് ഹെൽത്ത് ഓഫ് ദി ചിൽഡ്രൻ. മക്കൾക്ക് ഏറ്റവും നല്ല ആരോഗ്യം പ്രദാനം ചെയ്യുന്നത് ഈ ബാലൻസ്ഡ് ഫുഡ് ഹാബിറ്റ്സ് ഒക്കെയാണ്. അപ്പൊ അത് നമ്മളുടെ വീട്ടിൽ നിന്നാണ് അവർക്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്നത്. Home also influences the personalities of the children. Better home environment promotes good personality, character, and health. Home can successfully contribute to family health by making provision for good medical care, adequate nutrition, good body care, satisfactory working conditions, a sensible activity program, rest, relaxation, and recreation, and good emotional adjustment. And as we all know that our family or home influences the personality of an individual. Even our personality also depends on what we have studied from our home. Especially when after getting married, it is used to say that what we are showing in our husband's house is what we studied in our house, isn't it? നമ്മളുടെ വീട്ടിൽ പഠിച്ചത് എന്തോ അതായിരിക്കും നമ്മൾ കൂടുതലും നമ്മൾ കല്യാണം കഴിഞ്ഞ് ചെല്ലുമ്പോൾ, അല്ലെങ്കിൽ ആ വീട്ടിൽ നമ്മൾ ആദ്യം നമുക്ക് പുറത്തു വരുന്ന സ്വഭാവങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് പിന്നീടാണ് നമ്മൾ സാഹചര്യങ്ങൾ അനുസരിച്ച് നമ്മൾ ചെന്ന പുതിയ വീട്ടിന്റെ ഇഷ്ടങ്ങൾക്ക് അനുസരിച്ചൊക്കെ മാറുന്നത്. അപ്പോൾ ബെറ്റർ ഹോം എൻവയോൺമെന്റ്, നമുക്ക് നല്ല രീതിയിൽ വളർന്നു വന്ന കുടുംബത്തിൽ നിന്നാണെങ്കിൽ ആ വ്യക്തിയെ കണ്ടാൽ തന്നെ എന്തറിയാം, they should promote, അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിൽ നിന്ന് എന്തുണ്ടായിരിക്കും, ഗുഡ് പേഴ്സണാലിറ്റി. Those who are coming from a better environment or better home environment, they will have a good personality, good character, good health, and home can successfully contribute to family health by making provision for, and also it can contribute many good factors to the successfully contribute to many health by making provision for good medical care. We will get nice or good medical care from our home itself. Adequate nutrition means balanced diet can be included in our daily diet. Then good body care, what are all things that we need for our body, it can be gained from our home itself. Satisfactory working conditions, sensible activity program, rest, relaxation, and recreation, and good emotional adjustment. ഇതെല്ലാം നമുക്ക് കിട്ടുന്നത് നമ്മളുടെ വീട്ടിൽ നിന്നാണ് കൂടുതലായിട്ട് നമുക്ക് കിട്ടുന്നത്. നല്ല മെഡിക്കൽ കെയർ, നമുക്ക് ആവശ്യത്തിന് നമ്മളുടെ ശരീരത്തിന്റെ ഓരോ സാഹചര്യങ്ങൾക്ക് അല്ലെങ്കിൽ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ ന്യൂട്രീഷൻ, നല്ല ബോഡി കെയർ, സാറ്റിസ്ഫാക്ടറി വർക്കിംഗ് കണ്ടീഷൻസ്. അതായത് നമുക്ക് നമ്മളുടെ വീട്ടിലാണ് ഏറ്റവും കൂടുതൽ റിലാക്സ്ഡ് ആയിട്ട്, അല്ലെങ്കിൽ നമ്മൾ എന്താണോ ആ രീതിയിൽ നമുക്ക് ബിഹേവ് ചെയ്യാൻ പറ്റുന്നത്, നമ്മളുടെ മനസ്സിനും ശരീരത്തിനും ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ബിഹേവ് ചെയ്യാൻ പറ്റുന്നത്. സെൻസിബിൾ ആക്ടിവിറ്റി പ്രോഗ്രാം, ദെൻ മാക്സിമം റെസ്റ്റ്, റിലാക്സേഷൻ, റിക്രിയേഷൻ, എൻജോയ്മെന്റ്. അത് നമ്മളുടെ ഫാമിലിയിലാണെങ്കിലും ഇൻഡിവിജ്വലി ആണെങ്കിലും ആ ഒരു റിലാക്സേഷൻ അല്ലെങ്കിൽ റിക്രിയേഷൻ ഒക്കെ നമുക്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്നത് നമ്മളുടെ വീട്ടിൽ നിന്നാണ്. അതേപോലെ നമുക്ക് ഏറ്റവും കൂടുതൽ ഇമോഷണൽ അഡ്ജസ്റ്റ്മെന്റ്സ്, നമ്മളുടെ ഇമോഷൻസിനെ അഡ്ജസ്റ്റ് ചെയ്യാനും ഉള്ള സാഹചര്യം നമുക്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്നത് നമ്മുടെ വീട്ടിൽ നിന്നാണ്. ഇനി അതിന്റെ നെക്സ്റ്റ് ഫാക്ടർ ആണ് എന്തെന്ന് പറയുന്നത്, നെയ്ബർഹുഡ്. Next dimension or next factor is neighborhood.
The neighborhood should be clean, free of noise, air, water, or other kinds of pollution. It should be very important to check that our neighborhood should be clean, free of noise, air, water, and other kinds of pollution, because our children are going to the neighborhood and sometimes they may use to play from there, they may use to have some food from there, they may have water from there. So there are many chances for getting diseases. So we should make sure that it is our neighborhood or the place where our children are going is free of pollution. It should have proper facilities for disposal of garbage and waste, etc., so that it is conducive to better health of infants and children. So, and also make sure that the all area have proper sanitation facilities or proper facilities for disposal of garbage and waste. Then only there we can make sure that it is a better, make sure that our students have or our children have better health from our nearby areas. Clean and hygienic conditions in the vicinity reduce the chances of diseases, accidents, and infections. നല്ല വൃത്തിയുള്ള ശുചിത്വമുള്ള സാഹചര്യത്തിലാണ് നമ്മളുടെ മക്കൾ വ്യാപരിക്കുന്നതെങ്കിൽ അവർക്ക് അസുഖങ്ങളും ആക്സിഡൻസും ഇൻഫെക്ഷൻസും വരാനുള്ള ചാൻസസ് വളരെ കുറവായിരിക്കും. If we are caring more about these factors, that means our entire area is clean and hygienic, then we can prove that our students or our children will have only less chance of getting diseases or accidents and infections. Our next topic is school environment. That means the other next factor for health and nutrition. For health, it is school environment. The school environment is said to be conducive for healthful living when its physical environment is safe, clean, pleasing, and adequate. As we had already discussed about neighborhood, like that should be our school environment also. It should be safe, clean, pleasing, and adequate. That means our children should be more free and comfortable in that area. Its psychosocial environment should be congenial. Good health practices should permit all its activities. Some of the conditions that make physical environment of the school helpful are. Now we are going to discuss about some of the physical activities or physical environment factors that makes our school helpful are. നമ്മുടെ സ്കൂളിനെ ഹെൽപ്ഫുൾ ആക്കി വെക്കാൻ പോകുന്ന കുറച്ച് ഫാക്ടേഴ്സ് ആണ് നമ്മൾ ഇനി പറയുന്നത്. ഈ പോയിന്റ്സ് നിങ്ങൾ നന്നായിട്ട് നോട്ട് ചെയ്യാം കേട്ടോ. പ്ലീസ് നോട്ട് ഓൾ ദീസ് പോയിന്റ്സ്. Satisfactory and comfortable seating arrangement. All the students should have satisfactory and comfortable seating arrangement, proper ventilation and lighting, which gives them pure air. Then safe water supply for drinking. Make sure that they are getting pure water to drink. Adequate toilet facilities for both boys and girls. We should make sure that those who are studying in our school are using our school toilet facilities, and also we have enough toilet facilities in our school. Hygienic disposal of waste. Next point, it is very, very important that disposal of waste, it should be done in proper way. Use of insecticides and rodent control. That means while cleaning the toilet and other cleaning, while cleaning the classrooms, use of insecticides and rodent control. Make sure that it is used in the proper manner. Cleaning and timely maintenance of building. And also another point is cleaning and timely maintenance of building, especially for the lower primary classes. Cleaning of their toilet should be done at least 3 or 4 times in a day, because they don't know how to use the washrooms or toilets properly. So we have to, as a teacher or as a mother, we have to take care of all these things, and we should make sure that it is done by the school helpers. നമ്മളുടെ സ്കൂളിലെ കുറച്ച് പോയിന്റ്സ് ആണ് ഇപ്പൊ പറഞ്ഞത്. ഇത് ഞാൻ പറഞ്ഞത് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അതായത് നമുക്ക് കുട്ടികൾക്ക് സാറ്റിസ്ഫാക്ടറിയും അല്ലെങ്കിൽ അതായത് അവർക്ക് സംതൃപ്തിയോടെ കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റിംഗ് അറേഞ്ച്മെന്റ് ഉണ്ടായിരിക്കണം. പ്രോപ്പർ വെന്റിലേഷൻ, നല്ല എയർ ഹോൾ ഒക്കെ ഉള്ള ക്ലാസ് റൂമുകളായിരിക്കണം. നന്നായിട്ട് ജനലുകൾ ഉള്ളത് അവർക്ക്. എന്നാലേ കാരണം കുറെ ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ് ആണ് ആ ക്ലാസ്സിൽ ഇരിക്കുന്നത്. അപ്പൊ ആ സമയത്ത്
അവിടെ വരുന്ന പ്രോപ്പർ എയർ വന്നാൽ മാത്രമേ, മാക്സിമം ജനലുകളും ഡോറും വെന്റിലേഷനും വെച്ചാൽ മാത്രമേ നല്ല പ്യുവർ എയർ മക്കൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ. സേഫ് വാട്ടർ സപ്ലൈ ഫോർ ഡ്രിങ്കിങ്, അതേപോലെ സേഫ് ആയിട്ടുള്ള വാട്ടർ ആണ് മക്കൾക്ക് കിട്ടുന്നത് കുടിക്കാൻ വേണ്ടിയിട്ട്. കാരണം സ്കൂളുകളിൽ നമ്മൾ ഡ്രിങ്കിങ് വാട്ടർ ഫെസിലിറ്റീസ് അറേഞ്ച് ചെയ്യാറുണ്ട്. അപ്പൊ അത് പ്യുവർ വാട്ടർ ആണെന്നുള്ളത് ഉറപ്പുവരുത്തണം. അഡിക്വേറ്റ് ടോയ്ലറ്റ് ഫെസിലിറ്റീസ് ഫോർ ബോത്ത് ബോയ്സ് ആൻഡ് ഗേൾസ് ടോയ്ലറ്റ് ഫെസിലിറ്റീസ് ഉണ്ടായിരിക്കണം. ഹൈജീനിക് ഡിസ്പോസൽ ഓഫ് വേസ്റ്റ്, ഹൈജീനിക് പ്രോപ്പർ ആയിട്ടുള്ള മാനറിൽ നമുക്ക് വേസ്റ്റ് ഡിസ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റണം. യൂസ് ഓഫ് ഇൻസെക്ടിസൈഡ്സ് ആൻഡ് റോഡൻ കൺട്രോൾ, അത് കൺട്രോൾഡ് ആയിരിക്കണം. അത് ഏത് രീതിയിലാണ് ഉപയോഗിക്കേണ്ടതെന്നൊക്കെയുള്ള അറിവ് ഉണ്ടായിരിക്കണം. ക്ലീനിങ് ആൻഡ് ടൈംലി മെയിൻ്റെനൻസ് ഓഫ് ബിൽഡിംഗ്, അതേപോലെ ബിൽഡിങ്ങിന്റെ മെയിൻ്റെനൻസും ഓരോ സമയത്തിനനുസരിച്ചിട്ടുള്ള ക്ലീനിങ്ങും പ്രോപ്പർ ആയിട്ട് നടക്കുന്നുണ്ടോ എന്ന് ഇൻചാർജ് ടീച്ചേഴ്സിനെ വെപ്പിച്ചിട്ടോ അല്ലെങ്കിൽ സ്കൂൾ ആസ് എ ടീച്ചർ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ആസ് എ മദർ എന്നുള്ള രീതിയിൽ അത് പ്രോപ്പർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് നമ്മളുടെ ഉത്തരവാദിത്തമാണ്. അത് ചെയ്യാനായിട്ട് അതിനുവേണ്ടി സഹായിക്കാനായിട്ട് നമുക്ക് സ്കൂളിൽ ആയമാരൊക്കെ ഉണ്ടെങ്കിലും അത് പ്രോപ്പർ ആയിട്ട് നടന്നോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അല്ലെങ്കിൽ സ്കൂൾ മാനേജ്മെന്റ് അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. The school health service should be regularly make appraisals of health status of pupil and school personnel. It should make adequate provision for the following. As we know that school health service, there is another group called school health service in each school. They should make regularly appraisals for health status of pupils. That means they should check the daily routines or other than vaccinations can be given from the school. That means their health status of these pupils or students should be checked regularly. It should make adequate provision for the following things that we are going to check that. Regular medical checkup and care of individual students, immunizations, emergency medical care, consultation of personal problems, counseling students and parents regarding health problems and utilization of available health services, identification and correction of remediable defects, nutrition substitutes, maintenance of health records. ഇത്തരം കാര്യങ്ങളാണ് നമ്മളുടെ സ്കൂൾ ഹെൽത്ത് സർവീസ് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അതായത് നമ്മളുടെ സ്കൂളിൽ പ്രോപ്പർ ആയിട്ടുള്ള മെഡിക്കൽ ചെക്കപ്പ്, ഓരോ കുട്ടിക്കും ഇൻഡിവിജ്വൽ കെയർ കൊടുത്തിട്ടുള്ള മെഡിക്കൽ ചെക്കപ്പ് നടക്കുന്നുണ്ടോ, റെഗുലർ ആയിട്ട് നടക്കുന്നുണ്ടോ, അതേപോലെ ഇമ്മ്യൂണൈസേഷൻസ്, അതായത് സെറ്റ് ഓൾറെഡി വാക്സിനേഷൻസ് പ്രോപ്പർ ആയിട്ട് നടന്നിട്ടുണ്ടോ, ഏതെങ്കിലും കുട്ടിക്ക് കിട്ടാതെ പോയിട്ടുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യുക. എമർജൻസി മെഡിക്കൽ കെയർ നമ്മുടെ സ്കൂളിൽ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആര് വേണം? സ്കൂൾ ഹെൽത്ത് സർവീസ് വേണം. ദെൻ കൺസൾട്ടേഷൻ ഓൺ പേഴ്സണൽ പ്രോബ്ലംസ്, ചിലപ്പോൾ കുട്ടികൾക്ക് പേഴ്സണൽ പ്രോബ്ലംസിലുള്ള കൺസൾട്ടേഷൻ ആവശ്യമാണ്, അതിനാണ് നമ്മൾ കൗൺസിലിംഗ് ഒക്കെ വെക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അവർക്ക് ഗൈഡ് ചെയ്യാനായിട്ട് ആളുണ്ടോ. ദെൻ ഐഡന്റിഫിക്കേഷൻ ആൻഡ് കറക്ഷൻ ഓഫ് റെമഡിയബിൾ ഡിഫക്ട്സ്, നമുക്ക് ക്യൂർ ചെയ്യാൻ പറ്റുന്ന ഡിഫക്ട്സ് അല്ലെങ്കിൽ നമുക്ക് പ്രിവെൻഷൻ കൊടുക്കാൻ പറ്റുന്ന ഡിഫക്ട്സ് അത് എന്തൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യാനും അതിന് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകാനും ആര് വേണം? സ്കൂൾ ഹെൽത്ത് സർവീസസ് വേണം. ദെൻ ന്യൂട്രീഷണൽ സബ്സ്റ്റിറ്റ്യൂട്ട്സ് മക്കൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് വേണം. ദെൻ മെയിൻ്റെനൻസ് ഓഫ് ഹെൽത്ത് റെക്കോർഡ്സ്, ഓരോ കുട്ടിയുടെയും ഹെൽത്ത് റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളതും സ്കൂൾ ഹെൽത്ത് സർവീസിന്റെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫംഗ്ഷൻ ആണ്. Two major causes of morbidity and mortality in our country are malnutrition and infection. നമുക്കറിയാം നമ്മളുടെ മക്കള് അല്ലെങ്കിൽ നമ്മളുടെ മക്കള് ഇപ്പോ ഇല്ല, പണ്ട് ഇന്ത്യയില് എന്തായിരുന്നു കൂടുതലും മോർട്ടാലിറ്റി അധികമായിരുന്നു. അതിന് കാരണം എന്ന് പറയുന്നത് മാൽന്യൂട്രീഷനും ഇൻഫെക്ഷനും ആയിരുന്നു. In earlier, the mortality rate was very high in India. It is because of the malnutrition and infection. Malnutrition occurs not only due to poverty and non-availability of nutritional food. It is not, malnutrition means it is not only the poverty and non-availability of nutritional food, but also to a large extent due to ignorance of fact about nutrition and desirable health practices. The main problem was it is the ignorance or just not at all caring about the nutrition and the desirable health practice which should be followed in our daily life. നമ്മളുടെ ഡെയിലി ലൈഫിൽ ഫോളോ ചെയ്യേണ്ട കറക്റ്റ് ആയിട്ടുള്ള പ്രോപ്പർ ആയിട്ടുള്ള ന്യൂട്രീഷൻ എന്താണെന്നോ അല്ലെങ്കിൽ അതിന്റെ ഹെൽത്ത് പ്രാക്ടീസസ് ഒക്കെ ശ്രദ്ധിക്കാതെ പോയതാണ് ഒരു പരിധി വരെ മാൽന്യൂട്രീഷൻ ഉണ്ടാകുന്നതിനുള്ള പ്രധാന കാരണം. Infectious diseases are prevalent, especially due to the existence of two fundamental problems of environmental sanitation. ഇനി അടുത്തത് ഇൻഫെക്ഷ്യസ് ഡിസീസ്. അത് പ്രധാനമായിട്ടും നമ്മളുടെ എൻവയോൺമെന്റൽ സാനിറ്റേഷനിലെ രണ്ട് പ്രധാന പ്രശ്നങ്ങൾ കൊണ്ടായിരുന്നു അത് വന്നുകൊണ്ടിരുന്നത്. ഒന്നാമത്തത് അൺസേഫ് വാട്ടർ സപ്ലൈ
and unhygienic disposal of waste. The second point was the infectious diseases, which are spread due to mainly two fundamental problems of our environmental sanitation, or the lack of proper environmental sanitation leads to infectious diseases. That is, first one is unsafe water supply. That is the most not pure water or impure water are supplied to the children or to the different villages in India. And also unhygienic disposal of waste. Second point is that the disposal of waste. Proper ആയിട്ട് waste dispose ചെയ്യാത്തതാണ് രണ്ടാമത്തെ കാരണം. ഇൻക്ലൂഡിങ് ഹ്യൂമൻ എക്സ്ക്രീറ്റ്, നമ്മളുടെ ടോയ്ലറ്റ് വേസ്റ്റ് പോലും പ്രോപ്പർ ആയിട്ട് ഡിസ്പോസ് ചെയ്യാതിരുന്നതാണ് ഈ ഇൻഫെക്ഷസ് ആയിട്ടുള്ള ഡിസീസസ് സ്പ്രെഡ് ചെയ്യുന്നതിന് കാരണം. If only these twin problems of environmental sanitation are solved, occurrence of 80% of communicable diseases can be prevented. If these two points or these two problems are solved in our environment, then 80% of the communicable diseases can be prevented. Our studies prove that if these 2 points, please mark these 2 points. First one, unsafe water supply. Second one, unhygienic disposal of waste. If these 2 points are noticed, or if the, any prevention are taken for these 2 points, then 80% of communicable diseases can be prevented. ഈ രണ്ട് കാര്യങ്ങളിൽ ഒന്ന് പ്യുവർ വാട്ടറിന്റെ കാര്യത്തിൽ അൺസേഫ് വാട്ടർ അവർക്ക് കൊടുക്കുന്നതിലും അതേപോലെ അൺഹൈജീനിക് ആയിട്ട് വേസ്റ്റ് ഡിസ്പോസ് ചെയ്യുന്ന കാര്യങ്ങളും മാത്രം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ 80% നമ്മളുടെ നാട്ടിലെ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് സ്പ്രെഡ് ചെയ്യുന്നത് കുറയാൻ വേണ്ടിയിട്ട് സാധിക്കും. എ ഗുഡ് ECC, അതായത് early childhood care and education center or pre-primary school, provide in addition to clean and healthy surroundings ample opportunities for indoor and outdoor play and a balanced daily program of rest, sleep and recreation for children. ഇപ്പോ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്തുകൊണ്ടാണ് ചെറിയ മക്കൾക്ക് പഠനത്തോടൊപ്പം തന്നെ, അതായത് ക്ലാസ് റൂമിൽ കൂടാതെ ഇൻഡോർ ഔട്ട്ഡോർ ഗെയിംസ്, കുറച്ചു നേരം റെസ്റ്റ് എടുക്കാനുള്ള സമയം, അതേപോലെ അവർക്ക് ഉറങ്ങാനുള്ള സമയം, റിക്രിയേഷൻ ഒക്കെ കൊടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് ക്ലിയർ ആയി കാണും. അവരുടെ മാനസികവും ശാരീരികവും വൈകാരികവും ഏത് തരത്തിലാണെങ്കിലും അവർ കൂടുതൽ ആക്റ്റീവ് ആയിരിക്കാൻ വേണ്ടിയിട്ടാണ് അവർക്ക് ഈ രീതിയിലുള്ള, അല്ലെങ്കിൽ അവർ അത്രയും ഫിസിക്കലി അല്ലെങ്കിൽ മെന്റലി ഇമോഷണലി ഒക്കെ ഫിറ്റ് ആകാൻ വേണ്ടിയിട്ട്, അവർ മാക്സിമം അവരുടെ ഹെൽത്തി ആയിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ രീതിയിൽ അവർക്ക് ഒരു സ്റ്റഡി കൾച്ചർ കൊടുക്കുന്നതിന്റെ കാരണം. I think now you should understand why we are giving a good or the good ECC centers like early childhood care and education or pre-primary schools, providing clean and healthy surroundings. Not only in addition to that, not only that, but also they are providing indoor outdoor play, then balanced daily program of rest, sleep, recreation. It all provides a good and sound healthy and mind or body to all these children. Clear? Yes, ma'am. Yes, ma'am. Clear ആയോ എല്ലാവർക്കും? Yes, ma'am. Okay. Yes, ma'am. Clear. Okay. Yes. Is it clear, Ibamshe? Yes, ma'am. Okay. Did you got the idea about nutrition? Sorry, health. Yes. ഓക്കെ. അപ്പൊ ഇപ്പൊ എന്തുകൊണ്ടാണ് നമുക്ക് നമ്മളുടെ ചെറിയ അംഗൻവാടികളിൽ പ്ലേ ക്ലാസ്സിലൊക്കെ കുട്ടികൾക്ക് ഉറക്കം വരെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറയുന്നതിന്റെ ഒരു ഐഡിയ മനസ്സിലായോ? അതേപോലെ നമ്മളുടെ സമൂഹത്തില് മാൽ ന്യൂട്രീഷൻ മാത്രമല്ല കാരണമായിരുന്നത്,
മറ്റു കാരണങ്ങൾ എന്തുകൊണ്ട് ഇൻഫെക്ഷ്യസ് ഡിസീസസ് കൂടി സ്പ്രെഡ് ആയതുകൊണ്ടാണ് മോർട്ടാലിറ്റി റേറ്റ് ഒക്കെ കൂടാനുണ്ടായിരുന്നത്. കാരണം ഇന്ന് കുറെ മെച്ചപ്പെട്ടു വന്നിട്ടുണ്ട്. അപ്പൊ അതെല്ലാം നമ്മളുടെ ഈ ഒരു ഭാഗത്തിൽ വരുന്നേ ഉള്ളൂ. ജസ്റ്റ് നിങ്ങൾക്ക് ഒരു അവയർനെസ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോ ഇത് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ഇപ്പൊ ഓൾമോസ്റ്റ് ടൈം എൻഡ് ആകും. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം. സംശയമുണ്ടോ ആർക്കെങ്കിലും? ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് യു ക്യാൻ ആസ്ക് മീ നൗ. മാം ഇതിന്റെ PPT അയച്ചു തരുമോ? അയച്ചു തരും കേട്ടോ. നിങ്ങൾക്ക് ഈ നോട്ട്സ് ഷെയർ ചെയ്ത് തരുന്നില്ലേ? ഞങ്ങളുടെ ഗ്രൂപ്പിൽ വരുന്നില്ലേ ഈ നോട്ട്സ്? ഓക്കെ. കിട്ടാത്തവരുണ്ടെങ്കിൽ ഞങ്ങളുടെ കൺസേൺഡ് അക്കാഡമിക് ഓഫീസേഴ്സിന് ഹേമ ടീച്ചർ ആകാം, അല്ലെങ്കിൽ റിയ മിസ് ആകാം, അല്ലെങ്കിൽ ആഷ്ന മിസ് ആകാം, അല്ലെങ്കിൽ കിസെ മാം. Those who are not getting these notes, you may please contact your concerned officers. Okay? They will provide. Okay. എന്തോ? റെക്കോർഡഡ് വീഡിയോ ഇടും കേട്ടോ. ഇന്നലെ വീഡിയോ ഇട്ടത് കിട്ടിയില്ല സാറിന്റെ ക്ലാസ്സിന്റെ? അല്ലാതെ നിങ്ങൾക്ക് നോട്ട് ഈ PDF ഫയൽ ഇപ്പൊ ഞാൻ എന്താണോ ക്ലാസ്സിൽ എടുത്ത് കാണിക്കുന്നത് അതിന്റെ തന്നെ അതേ തന്നെ നിങ്ങൾക്ക് അയച്ചു തരുന്നുണ്ടല്ലോ PDF ഫയൽസ്. എന്തോ? റെക്കോർഡഡ് വീഡിയോ അല്ല. റെക്കോർഡഡ് വീഡിയോ ഓൾറെഡി നമുക്ക് ക്ലാസ് കഴിയുമ്പോൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അത് കൂടാതെ നിങ്ങൾക്ക് ഈ ടെക്സ്റ്റ് ബുക്കിന്റെ ഒരു പോർഷൻസ് ആയിട്ട് അയച്ചു തരുന്നുണ്ടോ എന്നാ ഞാൻ ചോദിച്ചത്. ഇല്ല. അപ്പൊ ടെക്സ്റ്റ് ബുക്കിന്റെ അതായത് ഈ ടെക്സ്റ്റ് ബുക്ക് ഇപ്പൊ ഞാൻ ഇവിടെ സ്ക്രീനിൽ കാണിച്ചത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൺസേൺഡ് ഓഫീസറിനെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. അവർ ഷെയർ ചെയ്ത് തരും. ടെക്സ്റ്റ് ബുക്കിലുണ്ടെങ്കിൽ അത് മതി. അത് തന്നെയാണ് ഞാൻ അതിന്റെ സോഫ്റ്റ് കോപ്പിയാണ് സ്ക്രീനിൽ കാണിക്കുന്നതെന്നുള്ളൂ. ഓക്കെ. നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതിന് അക്കാഡമിക് ഓഫീസേഴ്സിനെ കോൺടാക്ട് ചെയ്തോളൂ. അവർ നോട്ട്ബുക്സ് ടെക്സ്റ്റ് ആണെങ്കിൽ അവർ ഷെയർ ചെയ്ത് തരാം കേട്ടോ. എനിക്ക് കിട്ടിയ ടെക്സ്റ്റിനകത്ത് പറഞ്ഞ നോട്ടൊന്നും ഇല്ല. അത് എനിക്ക് തോന്നുന്നു യൂണിവേഴ്സിറ്റിയുടെ അല്ലാത്തതായിരിക്കും വന്നിരിക്കുന്നത്. അപ്പൊ ഞാനിപ്പോ ഈ എടുക്കുന്ന നോട്ട്സ് ഒന്ന് ശ്രദ്ധിക്കുക. ഇതിന്റെ ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ഞങ്ങൾ നോട്ട് ചെയ്തെടുക്കുക. ഇതിന് അതായത് രണ്ട് ബുക്കിലും കണ്ടന്റ് സെയിം ആണ്. ഓക്കെ, നിങ്ങൾ ഏത് ബുക്ക് ഫോളോ ചെയ്താലും കണ്ടന്റ് സെയിം ആണ്. പക്ഷെ ഈ പോയിന്റ്സ് ഒന്ന് നോട്ട് ചെയ്തെടുക്കുക. ഇതിനെ ബേസ് ചെയ്ത് മാത്രമായിരിക്കും ഞങ്ങൾക്ക് എഴുതാനുള്ളത്. പിന്നെ ഇതിലെല്ലാത്തിലും ടെക്സ്റ്റ് ബുക്ക് എന്നതിനേക്കാൾ ഉപരി നമ്മളുടെ പ്രാക്ടീസ്, നമ്മൾ കണ്ടറിഞ്ഞ കാര്യങ്ങൾ, അത് പ്രത്യേകിച്ച് ഇപ്പൊ അമ്മമാരായിട്ടുണ്ടെങ്കിൽ അവർക്കറിയാം, ഈ സ്റ്റേജിലൂടെയൊക്കെ കടന്നു പോകുന്നവർക്ക് അറിയാം. അപ്പോ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ സെൽഫ് എക്സ്പീരിയൻസിൽ നിന്നാണ് നമുക്ക് അധികം എഴുതാനുള്ളത്. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായോ? ഓക്കെ. നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും കോണ്ടാക്ട് ചെയ്യാം. അക്കാഡമിക് ഓഫീസേഴ്സിനോട് ചോദിച്ചാലും എന്റെ നമ്പർ തരും. ഇപ്പൊ വേണമെങ്കിലും വിളിക്കാം. എന്ത് സംശയം ഉണ്ടെങ്കിലും ചോദിക്കാം. ഓക്കെ, എന്റെ പേര് അനു.